ഉണ്ണിക്കുട്ട, ഇപ്പൊ സമയം എത്രയായി? അറിയില്ല. 3:30 സ്കൂള് വിടാറായപ്പോഴാണോ കയറി വരുന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ബോർഡ് കണ്ടു, സ്കൂൾ അടുത്തുണ്ട്, പതുക്കെ പോവാന്ന്. ഞാൻ പതുക്കെ വരികയായിരുന്നു. എടാ, അത് വണ്ടിക്കാർക്ക് വേണ്ടി എഴുതി വെച്ച ബോർഡാ. കൈ നീട്ടടാ. ഞാൻ നീട്ടൂല. അതെന്താ? അച്ഛനും അമ്മച്ചിയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അന്തസ്സുള്ള കുടുംബ, ആരുടെ മുമ്പിലും കൈനീട്ടരുതെന്ന്. ഇന്ന് നീ രക്ഷപ്പെട്ടു. എന്നാടാ ബിസ്ക്കറ്റ്. നീ എന്തിനാടാ മനക്കിലെ പട്ടിക്കിട്ട് കല്ലെടുത്തെറിഞ്ഞത്? പട്ടിക്കിട്ട് ഞാൻ കല്ലെടുത്തെറിഞ്ഞില്ല. മനക്കിലെ അമ്മൂമ്മക്കിട്ട് എറിഞ്ഞപ്പോ പട്ടിക്കിട്ട് കൊണ്ടതാ. ആ അമ്മൂമ്മക്കിട്ട് എന്തിനാ നീ കല്ലെടുത്തെറിഞ്ഞത്? ഞാൻ മാവിനിട്ട് എറിഞ്ഞപ്പോ കല്ല് ചെന്ന് വീണ് അവരുടെ കാറിന്റെ ചില്ല് പൊട്ടി. അതിനൊരു വഴക്കു പറഞ്ഞു. അപ്പൊ ഞാൻ എറിഞ്ഞതാ. കാറിന്റെ ചില്ല് മാറിയിടാൻ ഞാനിനി എവിടെ പോയി കാശുണ്ടാക്കും? ഉണ്ണിക്കുട്ട, കുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടരുത്, അത് പറഞ്ഞു പോകും. ഇല്ല, ഞാൻ എന്നും ചെയ്യുന്നതാ. ഇതിന്റെ ഇടയിടാനുള്ള ഒച്ച കേൾക്കാൻ നല്ല രസാ. നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സാക്ഷായിട്ട് കിടക്കരുതെന്ന്. അങ്ങോട്ട് മാറടി. പാവം, നേരം വെളുത്തിട്ട് അവൻ കരയുന്നു കണ്ടില്ലേ? ദേ, അവനോട് കിടക്കിക്കോളാൻ പറ. ഉണ്ണിക്കുട്ടാ, വാടാ. കുട്ടാ, കിടുക്കിക്കോളാ. നിന്റെ കൊതി തീരെ ഇതിട്ട് കിടുക്കിക്കോ. നീ എന്തിനാ കരയുന്നത്? മോനെ, നീ ഇപ്പൊ കിടുക്കിക്കോടാ. നിന്നെ ഞാൻ ഇന്നലെ കിടുക്കിക്കാം. സാറേ, സാറേ, ഉണ്ണിക്കുട്ടന്റെ മുടി വെട്ടണ്ടേ? പിന്നെ വേണം, കാട് പോലെ വളർന്നു. മുടി വെട്ടാനാണെന്ന് പറഞ്ഞ അവൻ ഓടും. അവനെ കസേരയിൽ ഇരുത്താൻ എന്താ ഒരു മാർഗം? അതിനൊരു മാർഗം ഉണ്ടടി. ഇതാടാ, ആ കസേരയിൽ പോയിരുന്ന് കഴിച്ചു. കരയാതടാ, നിന്റെ കഴുത്തിലല്ലോ വെട്ടുന്നത്. ദേ, സുഷമ പ്രസവിച്ചു. നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകും. ശരിയാ, ഇവന് ടൗണിൽ നിന്ന് ഐസ്ക്രീമും കളിപ്പാട്ടും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. വേഗം ഒരുങ്ങിക്കോ. എന്നാ സുഷമ വന്നത്? ഇന്നലെ വന്നു. ഇന്ന് രാവിലെ പ്രസവിച്ചു. ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? ദിവസോ 6-7 കൊല്ലായി. എന്നിട്ട് എത്ര പ്രസവിച്ചു? ഒന്നും പ്രസവിച്ചില്ല. കഷ്ടം. ഈ ആന്റി ഇന്നലെ വന്നു, ഇന്ന് രാവിലെ പ്രസവിച്ചു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കുട്ടി. അതിനെന്തിനാ കല്യാണം കഴിക്കുന്നത്? ഡോക്ടർമാരോട് പറഞ്ഞാ പോരെ? നിന്നെ ഞാൻ രക്ഷപ്പെട്ടു. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. അവനെ കണ്ടോ? അവന് ഇപ്പൊ തട്ടിക്കൊണ്ടുപോകാൻ എളുപ്പോ. ഐസ്ക്രീമും കളിപ്പാട്ടവും കാണിച്ച് അവനെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോകാം. ഓക്കെ. വൃത്തികെട്ടവനെ. അയ്യേ, വാടാ.
അവരെന്തിനാ കരയുന്നത്? ആശുപത്രി ബില്ല് കണ്ടിട്ടാണോ? അല്ല, അവരുടെ കുട്ടിയെ കാണാതെ പോയെന്നും. ഉണ്ണിക്കുട്ടനെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഉണ്ണിക്കുട്ടനെ രണ്ടുപേര് ഐസ്ക്രീമും കളിപ്പാട്ടവും വാങ്ങിക്കൊടുത്ത് കാറി കയറ്റിക്കൊണ്ടുവന്ന് കണ്ടു. എങ്കിലത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരാ. എന്റെ ഉണ്ണിക്കുട്ട, ഞാനിത് എങ്ങനെ സഹിക്കൂടാ? വാ, വീട്ടിൽ പോയിരുന്ന് കരയാ. മോനെ, എന്റെ മോൻ, എന്റെ മോൻ. കരയാതെ ഉണ്ണിക്കുട്ടനെ നമുക്ക് കണ്ടുപിടിക്കാം. ഹലോ, ആരാ? ഹലോ, ഉണ്ണിക്കുട്ടന്റെ അച്ഛനല്ലേ? ഞാൻ കോനായി, ഉണ്ണിക്കുട്ടനെ തട്ടിക്കൊണ്ടുപോയ കോനായി. ഉണ്ണിക്കുട്ടൻ ഞങ്ങളുടെ പക്കലുണ്ട്. 5 ലക്ഷം രൂപ തന്നാൽ കുട്ടിയെ വിട്ടുതരാം. 5 ലക്ഷം പോയിട്ട് 5 പൈസ എന്റെ കയ്യിൽ എടുക്കാനില്ല. ദേ, ഞാൻ അവന്റെ കൈ കൊടുക്കാം. എന്നാടാ, നീട്ടി പിടിച്ച് കരയടാ. ഇവിടെ സുഖ. അച്ഛൻ രൂപ കൊടുക്കരുതിട്ടോ, ഞാനിനി വരുന്നില്ല. നിക്കിനി സ്കൂളിൽ പോവണ്ടല്ലോ. നീ പോകുന്നില്ലേ? എങ്ങനെ ഇവിടെ കൂടിക്കോ. ഞങ്ങൾക്കൊരു കൂട്ടായി. പക്ഷേ ഞങ്ങൾ വരുമ്പോഴേക്കും അരിയിട്ട് ചോറ് വെച്ചേക്കണം. ആ, നിനക്ക് ഗ്യാസ് ഓണാക്കാൻ അറിയാവോ? അറിയില്ല. ദേ, ഇങ്ങനെ ഞെക്കി പിടിച്ച് തള്ളി തിരിച്ച് ദേ ഇതെടുത്ത് ഇതിനിട്ടൊരു ഞെക്ക്. ഇപ്പൊ സ്റ്റൗ കത്തി. എന്നിട്ട് ഒരു കലത്തിൽ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം തിളയ്ക്കും. അപ്പോൾ ഈ അരി കഴുകി വെള്ളത്തിലിടണം. കുറച്ച് കഴിയുമ്പോൾ അരി വേകും. കണ്ടോ കഞ്ഞി വെച്ചത്? എന്നും ഇതുപോലെ കാണിച്ചേരണോട്ടോ. ആ, കാണിച്ചു തരാം. ബോസ്, പറഞ്ഞു നിൽക്കാൻ നേരമില്ല, പോകാം. നിങ്ങൾ എങ്ങോട്ടാ? കക്കാൻ. എന്നാലേ മനക്കേലെ മൂതവിയുടെ മാവിന്ന് കൊറേ മാങ്ങയും കൂടി കട്ടുകൊണ്ട് വരണം. ഹെടി, നമ്മുടെ ഉണ്ണിക്കുട്ടൻ പോയതിൽ പിന്നെ ഒരു സമാധാനമുണ്ട്. ഏതായാലും അവൻ കോനായിയുടെ അടുത്തുണ്ടല്ലോ, സമാധാനായി. മകനെ കാണാതെ പോയിട്ട് നിങ്ങളെന്താ പരാതി എഴുതി തരായിരുന്നത്? എനിക്കൊരു പരാതിയുമില്ല സാറേ. നിങ്ങൾ വെറുതെ മെനക്കെടണ്ട. ഒരു പ്രൊമോഷൻ കിട്ടുമെന്ന് ഓർത്തിട്ട് അത് നടക്കുന്ന ലക്ഷണമില്ല. അയ്യോ, പിടിക്കവനെ. നടക്കട ഇങ്ങോട്ട്. തുറക്കാൻ പറ്റൂല. കള്ളന്മാരകത്ത് വരാതിരിക്കാൻ ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക. അതിന് ഞങ്ങളെക്കാളും വലിയ കള്ളന്മാര് എവിടെയാടാ ഉള്ളത്? അയ്യോ, എന്റെ അമ്മോ, എന്റെ കാല്. ആരാടാ ഈ പലക മൊത്തം ആണി അടിച്ച് ഇവിടെ വെച്ചത്? ഞാനാ. കള്ളന്മാരാരിലും അകത്ത് കയറുമ്പോ കാലിൽ ആണി കൊണ്ട് കയറില്ലേ, അപ്പൊ ഓടി രക്ഷപ്പെടില്ലല്ലോ, അതിനാ. എന്റെ തല. ഹലോ, ഉണ്ണിക്കുട്ടന്റെ അച്ഛനല്ലേ? 1 ലക്ഷം രൂപ തന്നാൽ ഉണ്ണിക്കുട്ടനെ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ചെലവിൽ അവിടെ കൊണ്ട് വിട്ടുതരാം. ഒരു ചില്ലി കാശ് തരില്ല. അവൻ അവിടെ നിന്നോട്ടെ. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. എടാ, നീ ഇതിനകത്ത് കടന്നു. ഞങ്ങൾ ആശുപത്രി പോയിട്ട് വരാം. ഇവരെ നമുക്ക് അകത്തിട്ട് പൂട്ടാം. വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാം. ശ്ശോ, നാശം. ഗ്യാസ് തീർന്നു, വിറകുമില്ലല്ലോ. പേപ്പർ കത്തിച്ച് കഞ്ഞി വെച്ചാലോ? ഹായ്,
നീ കഞ്ഞി വെച്ചോ? വെച്ചു. അതിനിവിടെ വിറകും ഗ്യാസും ഒന്നും ഇല്ലായിരുന്നല്ലോ. ഒരു ചാക്കിലുണ്ടായിരുന്ന കടലാസ് കത്തിച്ചാ ഞാൻ കഞ്ഞി വെച്ചത്. ഈശ്വരാ, ബാങ്ക് കൊള്ളയടിച്ചു കൊണ്ടുവന്ന 1000-ന്റെയും 500-ന്റെ ഒക്കെ നോട്ട് കെട്ടുകളായിരുന്നു അത്. ബോസ്, ഇവനെവിടെ നിർത്തിയ കുഴപ്പമാവും. ശരിയാ. ഹലോ, ഉണ്ണിക്കുട്ടന്റെ അച്ഛനല്ലേ? ഞാൻ കോനായിയാണ്. ഒരു 25,000 രൂപ തന്നാൽ നിങ്ങളുടെ മകനെ വിട്ടുതരാം. ഒരു ചില്ലിക്കാശും തരില്ല. ഞങ്ങള് പറഞ്ഞിട്ടല്ലോ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്. ഇനി ഇതും പറഞ്ഞ് മേലാൽ ഇങ്ങോട്ട് വിളിക്കരുത്. ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ നീ ഒന്നും അനുവദിക്കില്ലടാ. വെക്കടാ ഫോൺ. ദേ, അവിടെ കിടന്നൊരു തോക്ക് കിട്ടി. തൂക്ക് താഴെടാ. നിച്ചൊരു തോക്കുണ്ടായിരുന്നു. അതിന്റെ കാഞ്ചു വലിച്ചാ വെടി പൊട്ടൂല. ഇതിന്റെ കാഞ്ചു വലിച്ചാ പൊട്ടോ നോക്കട്ടെ. കാഞ്ചി വലിക്കരുത്, പൊട്ടും. അയ്യോ, എന്റെ തല. ഇവനെ ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. 5 പൈസ വേണമെന്നില്ല. ജബ്ബു, വണ്ടി എടുക്ക്. ബോസ്, വണ്ടി മുന്നോട്ട് പോകുന്നില്ല. എഞ്ചിൻ എന്തോ കുഴപ്പമുണ്ട്. എന്നാ വേഗം ഇറങ്ങി നോക്കടാ, എന്താ കുഴപ്പമെന്ന്. അത് ശരിയാക്കാൻ നോക്ക്. ഹായ്, എന്ത് രസം. ഈ കല്ല് താഴത്തേക്ക് തള്ളിയിടാം. അയ്യോ, എന്താ ഇത്? ആ നാശം പിടിച്ച ചെറുക്കൻ. അയ്യോ, എന്റെ വണ്ടിയെല്ലാം നശിപ്പിച്ചല്ലോടാ. പിടിയടാ അവനെ. നിൽക്കടാ അവിടെ. നിന്നോടാ പറഞ്ഞ അവിടെ നിൽക്കാൻ. അയ്യോ അയ്യോ. നിക്കടാ അവിടെ. നിന്നോടാ പറഞ്ഞ അവിടെ നിൽക്കാൻ. നിന്നെ പിടിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാടാ, നിന്നെ വീട്ടിൽ കൊണ്ടാക്കാവടാ. നിച്ച് വീട്ടിൽ പോവണ്ട. ഉണ്ണിക്കുട്ടനെ കൊണ്ടുവരുന്നു. ദാണ്ട നിങ്ങളുടെ മകൻ. ഞങ്ങള് പോകുക. ഞങ്ങൾക്ക് ആരുടെയും പൈസ വേണ്ട. എന്നെ വിട്ടിട്ട് പോവരുത്. എന്നെയും കൂടി കൊണ്ടുപോ. ഞങ്ങൾ ഇവനെ പിടിച്ചോളാം. നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ. ദൈവത്തെ ഓർത്ത് അവനെ വിട്ടേക്കരുത്. നിക്കടാ. വീണ്.